ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ നവരാത്രി 2ാം ദിവസമാണ് ഇന്ന്. അപ്പോൾ ദേവിയുടെ മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഭഗവതിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ സമയത്ത് എന്നുള്ളതാണ്. അപ്പോൾ എന്ത് അഡ്വൈസ് ആണ് തരാനുള്ളത് നോക്കാം. പിന്നെ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പയൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നമുക്ക് നോക്കാം എന്താണ് ഈ സമയത്ത്, ഈ നവരാത്രി സമയത്ത് ഭഗവതിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന്. നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കുക. ഫ്ലെക്സിബിലിറ്റി ആണ്, നോ ബിഗിനിങ്സ്, റിലീസ് വന്നിട്ടുണ്ട്, ഫോർഗിവ്നെസ്. ഒരു കാർഡ് കൂടി എടുക്കാം, സ്റ്റിൽനെസ്. പ്യൂരിറ്റി ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആദ്യം വന്ന കാർഡ് ഫ്ലെക്സിബിലിറ്റി ആണ്. അപ്പോൾ ദേവിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഒരു സാഹചര്യത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ തന്നെ ഒരു സിറ്റുവേഷനിൽ തന്നെ നിങ്ങൾ നിൽക്കരുത് എന്നുള്ളതാണ്. നിങ്ങൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമ്മൾ ഏത് സാഹചര്യത്തെയും നമുക്ക് ഏത് സാഹചര്യത്തിലും നമുക്ക് ജീവിക്കാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ ചില ആൾക്കാർ ഇതിലൊരു സ്റ്റിൽനെസ് എന്ന് പറയുന്നൊരു കാർഡ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ നമുക്ക് മാറ്റമില്ലാത്തൊരവസ്ഥയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് മാറാൻ ശ്രമിക്കണം എന്നാണ്, അല്ലെങ്കിൽ ഒരു മാറ്റത്തെ അംഗീകരിക്കണം എന്നാണ് കാണുന്നത്. നിങ്ങൾ മാറ്റത്തെ അംഗീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലോകത്ത് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മുടെ സാഹചര്യം എപ്പോഴും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ ഒരുപാട് സുഖവും സന്തോഷവും ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ നിന്നും പെട്ടെന്ന് ചിലപ്പോൾ നമുക്കൊരു ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് പോകേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. അങ്ങനെ ഉള്ള ആൾക്കാർ ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരിക്കാം. ഈ ഒരു കാര്യം ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടായിരിക്കില്ല. ചില വ്യക്തികൾക്ക് ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ വളരെ അവിടെ കംഫർട്ടബിൾ ആയിരുന്ന സമയത്ത് ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യവും ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. ജോലി നഷ്ടപ്പെട്ടവർക്കായാലും, ചില സാഹചര്യങ്ങൾ സ്ഥലം മാറിയവർക്കായാലും, ചില ആൾക്കാർക്ക് വീട് താമസിച്ച് വളരെ കംഫർട്ടബിൾ ആയിട്ട് താമസിച്ചിരുന്നിടത്ത് നിന്നും ചിലപ്പോൾ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ചിലപ്പോൾ ഒരു ബെഡ് സ്പേസിലൊക്കെ താമസിക്കേണ്ടി വന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരിക്കലും അത് പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. അവർക്ക് ഇത്രയും സൗകര്യത്തിൽ നിന്നും ഒരു വെള്ളത്തിൽ നിന്നും കരയിൽ പിടിച്ചിട്ട ഒരു മീനിനെ പോലെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത്. അപ്പോൾ നിങ്ങൾ എല്ലാ അവസ്ഥയിലും നിങ്ങൾ flexible ആയിരിക്കണം. നമ്മൾ ഏത് അവസ്ഥയിലും ജീവിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കണം. ഇതൊക്കെ ഒരു പരീക്ഷണമാണ് എന്നാണ് ദേവി പറയുന്നത്. ഇതൊന്നും എന്നെന്നും നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. ഇത് മനസ്സിലാക്കുക. ഇതൊക്കെ മാറിപ്പോകും. ഇതൊക്കെ ഒരു പരീക്ഷണമായിട്ട് നിങ്ങൾ കണക്കാക്കുക. മാറ്റത്തെ അംഗീകരിക്കുക. ആ ഒരു സമയം നിങ്ങൾ overcome ചെയ്യാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട കുറേയധികം കാര്യങ്ങൾ ആ സാഹചര്യത്തിൽ ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ അവിടെ എത്തിയത്. അപ്പോൾ അത് അംഗീകരിക്കുക. ആ ഒരു കാര്യം experience ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടി കഴിയുമ്പോൾ വീണ്ടും ആ സ്ഥലത്ത് നിങ്ങൾ വീണ്ടും same situation ൽ നിങ്ങൾ വീണ്ടും ഒന്നുകൂടി പഠിക്കേണ്ടി വരും എന്നാണ്. ഇപ്പൊ നമ്മൾ ഒരു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മൾ ജയിക്കുന്നത് വരെ ആ എക്സാം എഴുതേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഇതൊരു എക്സാം ആയിട്ട് കണക്കാക്കുക. നിങ്ങൾ ഈ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് പുറത്തു പോകാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇതിലൊരു ന്യൂ ബിഗിനിങ്സ് വന്നിട്ടുണ്ട് അടുത്ത്. അപ്പൊ നിങ്ങൾക്ക് പുതിയ തുടക്കമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയ തുടക്കമുണ്ട്. പക്ഷേ നിങ്ങൾ
ഈ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ, അത് അംഗീകരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ തുടക്കം ഉണ്ടാവുള്ളൂ എന്നാണ്. അപ്പൊ ഇപ്പോഴത്തെ കാര്യം നിങ്ങൾ ഇപ്പൊ ഏത് അവസ്ഥയിലാണെങ്കിലും നിങ്ങളത് അംഗീകരിക്കുക, ആ അവസ്ഥയിൽ ജീവിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ അതിൽ comfortable ആണ് എന്ന്, ഇപ്പൊ challenges ഏറ്റെടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ഇതിനകത്ത്. അപ്പൊ ഇതൊരു challenge ആയിട്ട് മുന്നിലേക്ക് പോകാനുള്ള ഒരു നല്ല വഴിയായിട്ട് കാണാനാണ് ഇന്ന് നിങ്ങൾക്കുള്ള advice. പുതിയ തുടക്കങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കാര്യം തീർന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയൊരു തുടക്കം ഉണ്ടാവുള്ളൂ. അപ്പൊ ആ പുതിയ തുടക്കം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത് accept ചെയ്യുക എന്നാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള പുതിയ തുടക്കം ഉണ്ട്, അതില് സംശയമൊന്നുമില്ല. release ആണ്. അപ്പൊ ഇതില് കണ്ടില്ലേ, ഇതില് ഇലകൾ കൊഴിയുന്ന ഒരു picture ആണ് ഇതിനകത്തുള്ളത്. അപ്പൊ എന്ത് തന്നെയായാലും അതിന്റെ സമയമാവുമ്പം നമ്മളിൽ നിന്ന് വിട്ടുപോകും അത്. അത് വ്യക്തികളാകട്ടെ, സാഹചര്യമാകട്ടെ, ഒരു അസുഖമാകട്ടെ. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കുക. അപ്പൊ എന്നും ഈ ഒരു സാഹചര്യത്തിലല്ല നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യം വളരെ temporary ആണ്. അതിൽ നിങ്ങൾ accept ചെയ്യുക. ഈ ഒരു വൃക്ഷത്തിൽ നിന്നും പഴുത്ത ഇലകൾ കൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ പക്ഷേ അത് പഴുക്കുന്നത് വരെ ആ ഒരു ആ വൃക്ഷത്തിൽ തന്നെയാണ് ഉള്ളത്. അത് പഴുത്ത് കഴിഞ്ഞാൽ മാത്രമേ അത് പുറത്തേക്ക് പോവുള്ളൂ. അതുപോലെയാണ് എന്നാണ് പറയുന്നത്. നിങ്ങളത് wait ചെയ്യുക. forgiveness. അപ്പൊ നിങ്ങൾ മറ്റുള്ളവരോട്, ഇപ്പൊ നമ്മളുടെ mistakes നെ അപ്പൊ പലപ്പോഴും പലരും നമ്മളുടെ mistakes ഒന്നും കാണാതെ മറ്റുള്ളവര് ഒരുപാട് തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളിലും എന്തെങ്കിലുമൊക്കെ mistakes അതിനകത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അവരുടെ mistakes മാത്രമല്ല, നമ്മളോട് ഒരാള് മോശമായിട്ട് behave ചെയ്തു എങ്കിൽ തീർച്ചയായിട്ടും അതില് ഒരു 10% എങ്കിലും നമ്മളുടെ mistakes ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ 100% അവരുടെ mistakes മാത്രമല്ല. ഇപ്പൊ ചില കാര്യങ്ങൾ ചിലപ്പോ അവർക്ക് ഇഷ്ടമില്ലാത്തത് നമ്മൾ സംസാരിച്ചിട്ടുണ്ടാകാം, പ്രവർത്തിച്ചിട്ടുണ്ടാകാം. അപ്പൊ നമ്മൾ അവർക്കും മാപ്പ് കൊടുക്കുക. പിന്നെ കർമ്മഫലം മാത്രമാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മളുടെ കർമ്മമല്ലാത്ത ഒരു കാര്യവും തന്നെ നമ്മൾ അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത ആ ഒരു കർമ്മങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. അത് accept ചെയ്യുക. നമ്മളത് accept ചെയ്യാത്തത് കൊണ്ടാണ് പലപ്പോഴും പലരും പറയുന്നത്, ഈ ജന്മത്തിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും മോശ സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വരുന്നത്, എനിക്ക് ഇത്രയും struggle ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ മനസ്സിലാക്കുക, നമ്മള് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ ഏതേതോ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത് കൂട്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് നമ്മുടെ ഈ ജന്മം. അപ്പൊ അതും മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് ശരിക്കും മാപ്പ് കൊടുത്താൽ മാത്രമേ നമുക്കും നമ്മുടെ തെറ്റുകൾക്കും ദൈവം മാപ്പ് തരുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അവരോട് പൂർണ്ണ മനസ്സോടെ യാതൊരു ഈഗോയും കൂടാതെ നമ്മൾ മാപ്പ് കൊടുക്കുക. റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ട്, അവര് നമ്മളോട് എന്തെങ്കിലും ചീറ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ജന്മങ്ങളിൽ നമ്മൾ അങ്ങോട്ട് കൊടുത്ത കാര്യം മാത്രമാണ് അവർ ഇങ്ങോട്ട് തരുന്നത് എന്നാണ്. അത് വിശ്വസിക്കുക എന്നാണ്. നമ്മളത് വിശ്വസിക്കാതിരുന്ന് നമ്മളത് അങ്ങ് റിയലൈസ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു സമാധാനം ഉണ്ടാവും. നമ്മൾ അവർക്ക് മാപ്പ് കൊടുക്കാനും പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കാൻ പറയുന്നുണ്ട്. നമുക്കിനി ടാരോ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഫൂൾ കാർഡ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു പുതിയ തുടക്കമുണ്ട്. ഇതിൽ ന്യൂ ബിഗിനിങ്സ് വന്നിട്ടുണ്ട്. പുതിയ തുടക്കമുണ്ട്. വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പുതിയ തുടക്കമുണ്ട്. അപ്പൊ അതിനാണ് ഈ പുതിയ തുടക്കം വേണമെങ്കിൽ നിങ്ങൾ പഴയ കാര്യങ്ങൾ മറക്കുക, അല്ലെങ്കിൽ forgive ചെയ്യുക. നിങ്ങൾ ആ സിറ്റുവേഷന് പൂർണ്ണമായും നിങ്ങൾ മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. അത് ആ ഒരു കാര്യം വിചാരിച്ച് വീണ്ടും 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 വേദനിക്കരുത്. ഈ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം വീണ്ടും വീണ്ടും ചോദിക്കരുത്. നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ വന്നു. അപ്പൊ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് കർമ്മ. അപ്പൊ ആ കർമ്മ നിങ്ങൾ റിലീസ് ആക്കണമെങ്കിൽ നിങ്ങൾ forgive ചെയ്യണം. നിങ്ങൾ ആ വ്യക്തിയോട് പൂർണ്ണമായി അല്ലെങ്കിൽ
സാഹചര്യയോടോ ആ സാഹചര്യത്തോടോ പൂർണ്ണമായും മാപ്പ് കൊടുക്കണം എന്നാണ്. എന്നാൽ നിങ്ങൾക്കൊരു പുതിയ തുടക്കമുണ്ട്. ഇപ്പോഴത്തെ ഒരു കാര്യം ടെമ്പററി ആണെന്നാണ് കാണുന്നത്. പിന്നെ ടവർ ആണ്. ഇതില് ഈ ഒരു ടവർ എന്ന് പറയുന്നത് ആ ഒരു വളരെ ശരിക്കും ആ പൊട്ടിത്തെറിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു കഴിഞ്ഞു എന്നാണ് കാണുന്നത്. നിങ്ങൾ അതിന്റെ പുറത്താണ്. അപ്പൊ കുറച്ച് മുന്നേ വരെ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ ഇപ്പൊ തന്നെ ഉടനെ തന്നെ അത് മാറിപ്പോകുന്നുണ്ട്. നിങ്ങൾ അതിൽ ഉൾപ്പെടുന്നതല്ല എന്നുള്ളതാണ്. നിങ്ങൾ ആ ഒരു പൊട്ടിത്തെറിയിൽ നിങ്ങളത് ഇല്ല. നിങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞു എന്നാണ് കാണുന്നത്. അപ്പൊ ചേഞ്ച് ആണ്, എന്തായാലും ചേഞ്ച് ആണ് ആഗ്രഹിക്കുന്നത്. ദേവി ആഗ്രഹിക്കുന്നത് ചേഞ്ച് ആണ്, നിങ്ങളും ആഗ്രഹിക്കുന്നത് ചേഞ്ച് തന്നെ ആയിരിക്കാം. 5 of Pentacle ആണ്. അപ്പൊ ഈ ഒരു 5 of Pentacle ന്റെ എനർജിയും ഇതും correct ആണ്. ഇപ്പൊ ഈ ഒരു ടവർ ഈ ഒരു ഇടിമിന്നലേറ്റ ഒരു സ്ഥലമാണ് ഇത് കാണുന്നത്. അവിടെ നിന്നും പുറത്തു നിന്ന് കാണുന്ന ഒരു മനുഷ്യൻ മാത്രമാണത്. അപ്പൊ ആ സ്ഥലത്തില്ല നിങ്ങൾ. ഇതിൽ കണ്ടോ 5 of Pentacles ല് നിങ്ങൾ ആ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ മാറിപ്പോയി എന്നാണ് കാണുന്നത്. നിങ്ങൾ അവിടെ നിന്നും പുറത്തിറങ്ങി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്കും നിങ്ങളുടെ ആ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ മാറി എന്നാണ് കാണുന്നത്. അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പൊ എംബറർ ആണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എവിടെ എത്തണമെന്നാണോ ആഗ്രഹിക്കുന്നത് ആ സ്ഥലത്തിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. പലരും ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ജോലി ശരിയാകുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ചെയ്തു തരുന്നതിനേക്കാളും നല്ല ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും എന്നാണ് കാണുന്നത്. അപ്പൊ അതിലും വിഷമിക്കേണ്ടതില്ല. നിങ്ങൾ എന്താണോ ആയിരുന്നത് ആ ആയിരുന്ന അവസ്ഥയിൽ നിന്നും കുറച്ചുകൂടി മുകളിലുള്ള ഒരു അവസ്ഥയിലോട്ടാണ് നിങ്ങൾ പോകുന്നത്. ഒരിക്കലും താഴത്തേക്കല്ല എന്നാണ് കാണുന്നത്. Nine of Cups ആണ്. വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. fulfillment ആണ്. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും, കാരണം നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ആഗ്രഹിച്ചത് പോലെയുള്ള സന്തോഷം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ആ സന്തോഷം നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മാറിയാൽ മാത്രം മതി എന്നാണ്. ഒരു ഗൈഡൻസ് ആണ്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കാര്യം മാറ്റേണ്ടതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സെൽഫ് അനലൈസ് ചെയ്യുക. മാറേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് ചിന്തിച്ച് മാറാൻ പറ്റുമെങ്കിൽ മാറുക. അങ്ങനെ മാറിയാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ തുടക്കം ഉണ്ടാവുള്ളൂ എന്നാണ്. കിങ് ഓഫ് സോർഡ്സിന്റെ എനർജി ആണ്. തീർച്ചയായിട്ടും കിങ് ഓഫ് സോർഡും ഇതില് ഒരു ജസ്റ്റിസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അനുഭവിച്ച എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നീതി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു കിങ്ങിന്റെ കയ്യിൽ ആ ഒരു തുലാസും ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണോ അനുഭവിച്ചത് ആ അനുഭവിച്ചതിന്റെ ജസ്റ്റിസ് ആണ് നിങ്ങൾക്ക് ഈ കിങ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്. നിങ്ങൾക്കറിയാലോ, രാജാവിന്റെ ആ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. പദവി നിങ്ങളുടെ കയ്യിൽ തന്നെ വരുന്നുണ്ട് തിരിച്ച്. അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അപ്പോൾ ആ സ്ഥലത്തേക്ക് നിങ്ങളെ ദൈവം എത്തിക്കുന്നു എന്നാണ് കാണുന്നത്. മജീഷ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ഇപ്പൊ ചെയ്യാനുള്ളത്, നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ വിഷമിച്ചിരിക്കുന്നത്, ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കാം, ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടതിലായിരിക്കാം, ചിലപ്പോൾ സ്ഥലം മാറിപ്പോയതിലായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ട്രാപ്പിൽ പെട്ടുപോയതായിരിക്കാം, റിലേഷൻഷിപ്പിൽ വളരെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടായിരിക്കാം. എന്ത് തന്നെയായാലും ഈ ഒരു മജീഷ്യൻ എന്ന് പറയുന്നത് ഈ നിങ്ങൾ മജീഷ്യന്റെ എനർജി ഉള്ള ആൾക്കാരാണെന്നാണ്. ഈ മജീഷ്യന്റെ കയ്യിൽ എല്ലാം ഉണ്ട്. ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, ആക്ഷൻ എടുക്കാൻ പറ്റും, നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളൊന്ന് അറിഞ്ഞ് പ്രവർത്തിച്ചാൽ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജി ഉള്ള ആൾക്കാരാണ്. എത്തിക്കാൻ പറ്റുന്ന, കാരണം മജീഷ്യൻ എന്നത് മാനിഫെസ്റ്റിംഗ് പവർ കൂടുതലുള്ള ആൾക്കാരാണ്. നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും അത് നടക്കും. പക്ഷെ പ്രോപ്പർ വേയിലായിരിക്കണം. അത് നിങ്ങൾ പ്രവർത്തിക്കുകയും കൂടെ വേണം.
നിങ്ങളുടെ കഴിവുകൾ എന്താണ് എന്ന് കണ്ടെത്തി തിരിച്ചറിഞ്ഞ് നിങ്ങൾ അതിൽ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് magician ആകാൻ പറ്റും എന്നുള്ളതാണ്. ഒരുപാട് പഠിച്ച ആൾക്കാര് ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം ഞാൻ ഇത്രയും പഠിച്ചിട്ട് അല്ലെങ്കിൽ MBA ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ജോലിക്ക് നിങ്ങൾ apply ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇവിടെയൊക്കെ വളരെ കുറച്ച് salary ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് ജോലിക്ക് പോകാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ഇത്രയും പഠിച്ചിട്ട് ഈ ഒരു ചെറിയ salary ക്ക് ഞാൻ ജോലിക്ക് പോകൂല, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നൊരു ego ഉള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ആദ്യം നിങ്ങൾ അത് തുടങ്ങുക. അല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു high profile ആണെങ്കിൽ മാത്രമേ ഞാൻ പോവുള്ളൂ അങ്ങനത്തെ ഒരു ego നിങ്ങൾ കുറച്ച് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് അതൊരു പരീക്ഷണമായിട്ട് കാണുക. അങ്ങനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ സ്ഥലത്തേക്ക് എത്തും എന്നാണ് കാണുന്നത്. ഇപ്പൊ relationship ലായാലും നിങ്ങൾ ഒരുപാട് കാര്യം wrong ആയിട്ട് manifest ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ third party ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് എങ്ങനെ third party remove ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളിലേക്കല്ല focus ചെയ്യുന്നത്. നിങ്ങൾ third party യിലേക്ക് focus ചെയ്യുമ്പം അതിന്റെ ഒരു energy കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അവിടെ അവര് തമ്മിലുള്ള relationship ഉം ആ ഒരു bond ഉം കൂടും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ third party energy ഉള്ള ആൾക്കാര് ഇപ്പൊ relationship ലുള്ള ആൾക്കാര് അവര് third party യെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. maximum അങ്ങനെ ചെയ്യുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ട് വരുന്നത്. പിന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് പല ആൾക്കാരും ചിലപ്പോൾ ഒരുപാട് നഷ്ടം വന്ന ആൾക്കാരായിരിക്കും. business ലൊക്കെ നഷ്ടം വന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു trap ൽ പെട്ടുപോയി പണം കുറേയധികം വന്നുപോയ ആൾക്കാർക്കാണെങ്കിലും അവർക്കും അത് തിരികെ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളുടെ തന്നെ mistake കൊണ്ടായിരിക്കുമല്ലോ ഈ പണം നഷ്ടപ്പെട്ടു പോയത്. അത് business ലായാൽ പോലും business ൽ നിങ്ങൾ എടുത്ത എന്തോ ഒരു തീരുമാനമാണ് business നഷ്ടപ്പെടുത്താൻ കാരണം എന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് എന്താണ്, എന്തുകൊണ്ടാണ് ആ business അത്ര loss വന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അത് ആ ഒരു എന്തുകൊണ്ടാണത് അങ്ങനെ ആയിപ്പോയത് എന്ന് ചിന്തിച്ച് അത് ഒന്ന് തിരുത്തിയാൽ നിങ്ങൾക്ക് വീണ്ടും ആ ഒരു business ൽ ശോഭിക്കാൻ കഴിയും എന്നാണ് കാണുന്നത്. അപ്പൊ നിങ്ങളുടെ manifestation power അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അത് നിങ്ങൾ activate ചെയ്യുക എന്നുള്ളതാണ്. 7 of Wands ന്റെ energy ആണ്. കുറേയധികം ആൾക്കാർക്ക് ഇപ്പൊ ഒരുപാട് ആൾക്കാര് ഇവരുടെ ശത്രുതയിൽ ഉണ്ടായിരിക്കും. മറ്റുള്ളവരെല്ലാരും തന്നെ കൂടെയുള്ള എല്ലാ ആൾക്കാരും ചിലപ്പോ സ്നേഹിച്ചിരുന്നവരും കൂട്ടുകാരും ഒക്കെ ഒരുപാട് ശത്രുക്കളായ ഒരു അവസ്ഥയിലുള്ള ആൾക്കാരുണ്ട്. ചിലപ്പോ വീട്ടുകാരും ഒക്കെ ശത്രുക്കളായ അവസ്ഥയിലുള്ള ആൾക്കാരുണ്ട്. പക്ഷേ അവിടെയും നിങ്ങൾക്ക് ഒരുപാട് divine protection ഉണ്ട് എന്നാണ് കാണുന്നത്. ഈ ഒരു അവസ്ഥ മാറിപ്പോകും. അപ്പൊ നിങ്ങൾ ഇതില് കണ്ടില്ലേ ശരിക്കും protection ഉണ്ട് ഈ ആളിന്. കുറേയധികം സാഹചര്യങ്ങള് ഇത് negative ആയിട്ട് വന്നാലും മറ്റുള്ളവരെല്ലാരും എതിരായിട്ട് വന്നാലും നിങ്ങളെ protect ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യം. അപ്പൊ അത് വിശ്വസിക്കുക എന്ന് പറയുന്നത്. Four of Pentacles ആണ്. ഇതില് പലരും ഒരുപാട് ജോലി ചെയ്ത് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾ ജോലി ചെയ്യുന്ന പൈസ നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പൊ ഇതില് നിങ്ങൾ ഒരു self love ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് കാണുന്നത്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് കൂടി കുറച്ച് priority കൊടുക്കണം എന്നാണ് ഇതിലൊരു ഗൈഡൻസ് ആയിട്ട് വരുന്നത്. സെയിം ആണ്. ഈ ഒരു 3 of Pentacle ഒരുപാട് പേര് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്ത് മറ്റൊരാളിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോ അതിൽ നിന്നൊക്കെ മാറ്റം വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഇപ്പൊ നിങ്ങൾ ചിലപ്പോ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളുടെ ബോസിനായിരിക്കും അതിൽ ഒരു ഗുണം ഉണ്ടാവുക. അതിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഒരു ബെനിഫിറ്റ് നിങ്ങൾ ചെയ്യുന്ന ജോലിക്കുള്ള ഒരു സാലറി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കില്ല. ഇല്ല എങ്കിൽ പോലും അത് നിങ്ങളുടെ സൈഡിലേക്ക് അത് നിങ്ങൾക്ക് ഗുണമായിട്ട് വരുന്ന ഒരു സമയമാണ്. ഈ ഒരു സിറ്റുവേഷൻ മാറും എന്നാണ് കാണുന്നത്. ഇനി നമുക്ക് കാളി ഓറക്കിൾ ഡെക്കില് നമുക്ക് ദേവിക്ക് എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരാനുള്ളത് എന്ന് നമുക്ക് നോക്കാം.
ട്രോമാനഗമോ എന്ന് പറയുന്ന ഒരു കാളിഫോമാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഇത് ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ട്രോമാനഗ്മോ എന്ന് പറയുന്ന ഒരു കാളിഫോമാണ്. അപ്പോൾ ടിബറ്റൻ ബുദ്ധമതം അനുസരിച്ച് ഇത് ഡാകിനി എന്നാണ് ഈ കാളിഫോമിന് പറയുന്നത്. അത് ആകാശത്തു കൂടി സഞ്ചരിക്കുന്നവൾ എന്നാണ് അതിനർത്ഥം. പക്ഷേ ഇത് ക്രോധകാളി എന്നാണ് നമ്മളുടെ ഒരു വിശ്വാസത്തിൽ പറയുന്ന ക്രോധകാളി എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ ക്രോധം അടക്കേണ്ടതിന്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള ഒരു ദുഷ്ടവാസനകളാണ് ഈ തലയോട്ടിയായിട്ടൊക്കെ ആ ഒരു symbolization വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള ആ മോശം വികാരങ്ങളൊക്കെ നമ്മളെ കുറിച്ചുള്ളതും നമ്മൾ മറ്റുള്ളവരെ കുറിച്ചുള്ളതും ആയിട്ടുള്ള ആ ഒരു ചിന്തകൾ മാറ്റേണ്ട സമയമായി എന്നാണ് ദേവി പറയുന്നത്. പിന്നെ എത്ര മോശം situation ലാണോ നിങ്ങൾ ഇപ്പൊ കടന്നു പോകുന്നതും അതൊന്നും നിങ്ങൾ കണക്കാക്കണ്ട എന്നാണ്. നിങ്ങളുടെ ഈ ഒരു ക്രോധകാളി അല്ലെങ്കിൽ ട്രോമാനഗമോ എന്ന് പറയുന്ന ഒരു കാളി രൂപം വന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര മോശമായിട്ടുള്ള ഒരു situation ലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും നിങ്ങൾക്ക് അതൊക്കെ end ആകാനുള്ള ഒരു സമയമായി എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരുപാട് കഷ്ടതയായിരിക്കും നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ സഹിച്ചിട്ടുള്ളത്. അപ്പൊ അതൊക്കെ മാറാനുള്ള ഒരു സമയമാണ് ഇത് എന്നാണ് ഈ ഒരു ദേവിയുടെ ഒരു രൂപം പറയുന്നത്. അപ്പൊ ഇതാണ് ദേവിയിൽ നിന്നും നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇപ്പോഴുള്ള ഏത് അവസ്ഥയാണെങ്കിലും അത് മാറാനുള്ള ഒരു സമയമായി എന്ന് ആണ് കാണുന്നത്. അപ്പോ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ ദേവി മെസ്സേജ്. നിങ്ങൾക്ക് ഈ നവരാത്രിയിൽ നിങ്ങൾക്ക് തരാനുള്ള ഒരു മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിഷമത്തിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ സമയം നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഈ സമയം ദേവിയോടുള്ള പ്രാർത്ഥനയ്ക്ക് വളരെയധികം ഫലം കാണുന്ന ഒരു സമയമാണ്. അപ്പോൾ ക്രിസ്തുമത വിശ്വാസികളാണെങ്കിൽ കൂടുതലും മാതാവിനെ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. അവർക്ക് പെട്ടെന്ന് അത് ഫലം ഉണ്ടാകും. അപ്പോൾ താങ്ക് യു. എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നന്ദി.